നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അഭിഷേക്, നമ്മുടെ ഷൂട്ട് ചെയ്ത് ഇട്ടിട്ടില്ലേ വീഡിയോ? അഭിഷേക് ഇട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊരു ഇത് പറയട്ടെ, മിക്കവാറും ഇവിടെ ഇരിക്കുന്നവരെല്ലാം കഴിഞ്ഞ മീറ്റിംഗിൽ വന്നവരാണ്. പുതുമുഖങ്ങൾ ആരെങ്കിലും ഉണ്ടോ? 1-2 പേരുണ്ട്. ഇതിനൊക്കെ ഇൻവോൾവ് ആണല്ലോ ഇവിടെ വന്ന, കുഴപ്പമില്ല. എന്തെങ്കിലും ഈ നമ്മള് കുറെ ഈ ബോർഡ് പോലും മാറ്റിയിട്ടില്ല. കഴിഞ്ഞ ക്ലാസിന്റെ പടങ്ങൾ അതുപോലെ ഇപ്പോഴും ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇനി പറയണ്ടല്ലോ. അതിന്റെ സാധ്യത രാഹുൽ പറയുന്ന യൂത്ത് എനിക്കെന്ത് നേട്ടം എന്ന് ആരെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതും ഇനി നമ്മളെ ക്ലാസ് വഴിയും പറയുമ്പോൾ മുന്നോട്ടിരിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതിന് നമുക്ക് വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ അവർക്ക് മറുപടി കൊടുക്കാം. പക്ഷെ ഈ പുതിയ മീഡിയ പലതരത്തിലും ഒരുപാട് സമയം ചെലവഴിച്ച് ഞാൻ പറയാം, നമ്മുടെ മെയിൻ ഡിസ്കഷനിൽ മാറാനല്ല, പ്രേമിന് ഒരു അവസരം കൊടുക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ടാക്സ് ചെയ്ത ഒരാളാണ് പ്രേം, നമ്മുടെ ന്യൂ മീഡിയ യൂസ് ചെയ്യാൻ വേണ്ടി. അദ്ദേഹം കുറെ എഫേർട്ട് എടുക്കുന്നുണ്ട്. അദ്ദേഹം ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. താങ്ക് യു സർ. നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഈ ന്യൂ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മളൊരു സെമിനാർ നടത്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേജസ്, ഒരുപാട് ഗ്രൂപ്പ്സ് ഓൾറെഡി ഫേസ്ബുക്കിലുണ്ട്. ഞാൻ ആ പറഞ്ഞ പേജസിൽ എല്ലാവർക്കും ഞാൻ അവരുടെ അഡ്മിൻസുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ പറഞ്ഞ നമ്മുടെ ഇതിന്റെ ഫുള്ള് ഞങ്ങൾക്ക് അന്നൊരു നോട്ടീസ് ഉണ്ടായിരുന്നു. ആ നോട്ടീസിന്റെ ഒരു സ്കാൻ കോപ്പി ഞാൻ ഇവർക്ക് എല്ലാവരും കൊടുത്തു. ഇവരുടെ പേജസിലെല്ലാം പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിൽ നിന്നും ആകെ ആ ഫേസ്ബുക്ക് ഇത് കണ്ടിട്ട്, അതായത് നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ പല ആംഗിൾസിൽ ഫോട്ടോഷൂട്ട്സ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതെല്ലാം ലൈക്ക് ചെയ്യാൻ 1000 ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഒരു സ്കാൻഡ് കോപ്പി ലൈക്ക് ചെയ്തത് തന്നെ ആൾക്കാർ കുറവാണ്. ദാറ്റ്സ് ഓക്കെ, പോട്ടെ. പക്ഷെ അത് കണ്ടു കാണും ആൾക്കാർ. ബട്ട് ആ ഇത് ഒരെണ്ണം കണ്ടിട്ട് ആകെ വന്ന വ്യക്തി അഭിഷേകാണ്. അഭിഷേകിന് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അഭിഷേക് ആ ഗ്രൂപ്പ് ത്രൂ നമ്മുടെ ഇത് ഒരുപാട് പ്രൊമോട്ട് ചെയ്തു. ഐ ആം വെരി താങ്ക്ഫുൾ ടു ഹിം. പിന്നെ വിമാക് എന്ന് പറഞ്ഞൊരു പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഏകദേശം 340 മെമ്പേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും അല്ലാതെ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ കൊടുക്കുന്നതിലൊന്നും ആൾക്കാർക്ക് ഇതെന്തോ താല്പര്യമില്ലാത്തതാണോ എന്താണെന്ന് എനിക്കറിയില്ല. വലുതായിട്ട് വലിയ ലൈക്സ് വരുന്നില്ല. ബട്ട് സ്റ്റിൽ ആഫ്റ്റർ ഐ സ്റ്റാർട്ടഡ് ഇറ്റ്സ് 340. അതിൽ അഭിഷേകിന്റെ വലിയൊരു പങ്കുണ്ട്. അവരുടെ പല ഗ്രൂപ്പുകാർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബിന്റെ കാര്യം, നമ്മൾ ഈ ലിങ്ക് എടുത്ത് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു സെലിബ്രിറ്റി വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാൻഡലോ അങ്ങനെ എന്തെങ്കിലും സംഭവമാണെങ്കിൽ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇൻഫോർമേറ്റീവ് ആയിട്ട് കാണാൻ ആൾക്കാർക്ക് താല്പര്യം ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. കാരണം സാറിൻ്റെതും മീഡിയ വണ്ണിൻ്റെതും പിന്നെ നമ്മൾ അന്ന് വിസിൽ ചെയ്തതും അങ്ങനെ നമ്മൾ പല വീഡിയോസും എൻ്റെ പേജിലും അതുപോലെ തന്നെ ഞാൻ അല്ലാതെയും ഷെയർ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് വഴി. പക്ഷെ അതിന് വന്നേക്കുന്ന വ്യൂസ് നമുക്ക് നോക്കിയാൽ അറിയാം വളരെ കുറവാണ്. സാറിന്റെ തന്നെ നേരത്തെ വിഴിഞ്ഞത്തെ പറ്റി ഒരു ഐ തിങ്ക് 3 or 4 years ബാക്ക് റൈറ്റ്, അപ്പോഴേ ഉള്ളൊരു വീഡിയോ ഉണ്ട്. അതിന് ഈ ഒരു 4 കൊല്ലമായിട്ടും അതിന്റെ വ്യൂസ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഈസ് ലെസ് ദാൻ 100. അപ്പോൾ യൂട്യൂബിൽ അപ്പ് ചെയ്തിട്ടും ആൾക്കാർ കാണുന്ന ഒരു മനോഭാവത്തിലാണ്. അത് മാറിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ അപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് ദാറ്റ് മച്ച് ഓഫ് റിസൾട്ട്. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ തന്നെ ഇത്രയുള്ള ആൾക്കാർ. ഏതൊക്കെ മാർഗമുണ്ട്? ഒന്നോ ഒരു വ്യക്തിയെ കാണാൻ പറയുന്നു, 2 ചെന്നൈ വരെ ഒരു യാത്ര നടത്താൻ പറയുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? ചെന്നൈ യാത്ര ചെയ്ത് അപ്പുകുട്ടൻ സാറിന് അഡ്വൈസ് തരണം. അങ്ങനെ ഒരു യാത്ര നടത്തിയാൽ ഫലം ഉണ്ടാകുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോസ്റ്റ് നമുക്ക് ചെയ്യാം. സാറല്ല, ഈ കമ്മിറ്റി മെമ്പറിൽ ഒരാളെ പോയി കണ്ട് ബ്രീഫ് ചെയ്യാൻ. പക്ഷെ ഈ പറയുന്ന ദിവസം അവരെ ഒക്ടോബറിലാണ് എടുക്കുന്നത് അല്ലേ? ഫീസ് എടുക്കുമ്പോൾ ഒക്ടോബറിലാണ്. അപ്പൊ അതിനു മുമ്പ് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും സാറിന്റെ അനുഭവത്തിൽ അങ്ങനെ വ്യക്തിപരമായി നമ്മൾ പോയി സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? ഒരു ലേമാനാണ് നമ്മുടെ ഒഫീഷ്യൽ ഉണ്ടാവും. കേരളത്തിന് അനുകൂലമായിട്ടോ കേരളത്തിൽ നിന്നുള്ള ഒരാളോ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാണ് ഈ കമ്മിറ്റിയിൽ കൊണ്ടുവരാൻ പുള്ളി ശ്രമം നടത്തി പരാജയപ്പെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് അദ്ദേഹത്തെ കാണാം. അദ്ദേഹം അല്പം പോസിറ്റീവാണ് കേട്ടോ. നമ്മളെ അടച്ചാക്ഷേപിക്കരുത് എല്ലാ രാഷ്ട്രീയക്കാരെയും. ആയിരിക്കാം, അവര് ശ്രമം നടത്തിയിട്ടുണ്ടാവാം. എന്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നമ്മൾ അടുത്ത പ്രോഗ്രാം അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം പറയാൻ ഞാൻ ഇവിടെ ഒരു കപ്പൽ കടന്നുപോയി. ഓഗസ്റ്റ് 2-ാം തീയതി ലോകത്തിലെ ഏറ്റവും വലിയൊരു കപ്പൽ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ കടന്നുപോയി. ഞങ്ങളിത് നമ്മളും കുറെ പേർക്ക് കാണാനോ അല്ലെങ്കിൽ മീഡിയ കാണാനോ ഒക്കെ ഒരു ശ്രമം നടത്തിയപ്പോൾ അല്പമെങ്കിലും സഹായിക്കാൻ ശശി തരൂരാണ്. ഇത് നിഷ്പ്രയാസം സാധിച്ചു തരാൻ പറ്റുന്ന AK ആന്റണി ഒരു മറുപടി പോലും നമുക്ക് നൽകിയിട്ടില്ല.
നമുക്ക് അതിന് ശക്തമായിട്ട് നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തണം. ഇദ്ദേഹം പ്രതാപൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറി വിളിച്ചു ഡൽഹിയില്. അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് നിയമപരമായ വിഷയം പഠിക്കണം. പത്രക്കാര് ഒരു വിഷയം കൊണ്ട് കാണിക്കാൻ വേണ്ടി എന്ത് നിയമപരമായ പ്രശ്നമാണ് ഇന്ത്യ മഹാരാജ്യത്തോളം? സാധാരണ ജനത്തിനെ ഒന്നും കേൾക്കണ്ട, സാധാരണ ഇറക്കാനായിട്ട് റെഡിയാണ്, തരാൻ വിമാനം തരാൻ റെഡിയായിരുന്നു. കൊച്ചി നേവൽ ബേസ് എന്ന് ഞങ്ങളെ വിളിച്ചു, കപ്പൽ തരാൻ റെഡിയാണ്. ഓൺലി തിങ് ദേ ഷുഡ് ഗെറ്റ് ദ കൺകറൻസ് ഫ്രം ഡൽഹി. ഇന്ന് വരെ ഞാൻ രണ്ടാമത് ഈ കപ്പൽ കടന്നുപോയി, 2-ാം തീയതി കടന്നുപോയി. ഇനി സെപ്റ്റംബർ മാസം 21-നോ 22-നോ ആ കപ്പൽ വീണ്ടും നമ്മുടെ ഫ്രണ്ടിൽ കൂടെ തിരിച്ചു പോകുന്നു. ഏക്കാണെങ്കിൽ ഞാൻ 2ാമത് റിക്വസ്റ്റ് അയച്ചു, തിരിച്ചു വരുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ ഒരു മറുപടിയില്ല. അപ്പൊ ശശി തരൂർ അദ്ദേഹത്തിന്റെ ഓഫീസും വളരെ പോസിറ്റീവാണ്. അവര് വിളിച്ചിട്ടും AK ആന്റണിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രതികരണം ഇത് തന്നെയാണ്. അച്യുതനാരായണ സാർ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, AK ആന്റണി സാറിന്റെ ഏതെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഞങ്ങളുടെ ഈ പ്രതിഷേധം അവിടെ ഒന്ന് അറിയിക്കണം. തെരഞ്ഞെടുപ്പുകൾ ഇനിയും പല കാര്യങ്ങൾ അങ്ങേരെ എന്തോ അങ്ങേരുടെ കാര്യം മാത്രം. അങ്ങേരുടെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങേരുടെ സീറ്റിൽ ഒരു ദോഷം വരുന്നത് ആരും കുറ്റം പറയുന്നത്, അതിനെ അങ്ങനെ വെച്ചോണ്ട് പോകണം. അല്ല കേരളം അങ്ങനെ പോയാൽ അങ്ങനെ ഒന്നും ഇല്ലാത്ത അങ്ങേരുടെ മുഖ്യമന്ത്രി ഇവിടെ തന്നെ പല കാര്യങ്ങളുണ്ട്. പൊതു പ്രേമം എന്ന കാര്യമൊന്നും അയാൾ ഇങ്ങനെ പറഞ്ഞാലും കേൾക്കില്ല. അതൊക്കെ ഒരു പ്രത്യേകത പോകാം. ഏതെങ്കിലും ഫോറത്തിൽ ഇതൊന്ന് സാർ അവതരിപ്പിക്കണം. എന്റെ അഭിപ്രായം നമുക്ക് കഴിവത് മാക്സിമം എംപിമാരൊന്നും പറയും, കണ്ട് എംപിമാരെന്ന് പറയും. ഇത് നമ്മുടെ കേരളത്തിന്റെ ആവശ്യം. അത് പ്രതിപക്ഷ എംപിമാരിപ്പം അപ്പുറത്തെ നമ്മുടെ സമ്പത്ത് ഈ അമ്പലപ്പുറത്തും എന്നാലും കുഴപ്പമില്ല പറയാം. പിന്നെ നമ്മുടെ തരൂരിനെ തന്നെ മുഖ്യമായി നമ്മൾ തരൂരിനെ കണ്ട തരൂരിന് ഇപ്പം വലിയ താല്പര്യമുണ്ട് പല കാര്യങ്ങളും. ഇവിടെ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ചെയ്യണം എന്നൊരു താല്പര്യം വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇനി കാലുകുത്താൻ ഒക്കില്ലാന്ന് തോന്നുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നു വൈകിപ്പോയി. പക്ഷേ അതിപ്പോഴാണ് വൈകിപ്പോഴാണ് തോന്നിയത്. അത് അങ്ങേരൊക്കെ ഒരു ഇതേപോലെ ചില ആൾക്കാരുണ്ട് അങ്ങേരെ പറഞ്ഞിട്ട് അതാണ് അങ്ങേർക്കുള്ള ഒരു കുഴപ്പം. അതിപ്പോ മനസ്സിലാക്കി അങ്ങനെയുള്ള ചിലരൊക്കെ അങ്ങ് വെളിയിൽ വന്നു. അപ്പൊ അതാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യമുണ്ട്. നമ്മൾ അങ്ങേരെ സമ്പത്തിനെ കാണും. പിന്നെ ഈ പൊടിപ്പുത്തൂർ സുരേഷ് മറ്റാണ് ഏതെങ്കിലും ഒക്കെ ചെയ്യാൻ ഒരു താല്പര്യമുണ്ടാവും. സ്റ്റേറ്റ് IAS കാഡേഴ്സ് ആരും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല. അതായത് ജെയിംസ് വർഗീസ് ഉൾപ്പെടെ ഉള്ളവർ അറിഞ്ഞതാണ്. ജെയിംസ് വർഗീസ് ഉൾപ്പെടെ ഉള്ളവർ ഇതിന് താല്പര്യം അധികം പ്രകടിക്കുന്നില്ല. ബാക്കിയുള്ള IAS കാഡേഴ്സ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ ഫൈനാൻസ് സെക്രട്ടറി അല്ലെങ്കിൽ ആ ലെവലിലുള്ളവർ സ്റ്റേറ്റിൽ നിന്നോ ഒരു പ്രഷർ സെൻട്രലിലേക്ക് പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ അടുത്ത IAS കാരോട്? നമ്മൾ ഒരിക്കൽ സമീപിച്ചാണ് അദ്ദേഹത്തോട്. എന്താ സാർ അപകടം? നമ്മൾ ഞാൻ പിന്നെ വരാം, ഓർമ്മ വരും. അല്ല IAS കാരുടെ കാര്യമോ പറഞ്ഞത്? സ്റ്റേറ്റ് നമുക്കിപ്പോ അന്ന് സമീപിച്ച് നോക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ ജവഹർലാൽ നഗർ പോർട്ട് ഇവിടുത്തെ പോർട്ട് സെക്രട്ടറി നേരത്തെ എൽ രാധാകൃഷ്ണൻ അദ്ദേഹം. ഞാൻ പറയാൻ വന്നത് ഇപ്പൊ ഓർക്കും, മറ്റൊന്നുമല്ല. ഇതിനിടയ്ക്ക് ഇവിടെ ഒരു സംഭവം നടന്നേക്കാണെന്ന് വെച്ചാല് ഇപ്പൊ ഈ CAA സ്റ്റഡിയൊക്കെ നടന്നതിന്റെ റിപ്പോർട്ടെല്ലാം അവസാനിക്കാറായ ഘട്ടത്തില് നമ്മുടെ പ്ലാനിംഗ് ബോർഡ് ഒരു മീറ്റിംഗ് കൂടിയിട്ട് 5 കോടിയിൽ കൂടുതൽ വരുന്ന എല്ലാ പ്രോജക്റ്റുകളും PPP മോഡലാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ് നടത്തി. PPP മോഡൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാല് ഈ CAA സ്റ്റഡി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു തുറമുഖം നടത്താനുള്ള ഒരാൾ എടുത്തിട്ട് അയാൾ ഇതെല്ലാം നടത്തിച്ച് സാങ്ക്ഷൻ വാങ്ങിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന എല്ലാം അദ്ദേഹത്തിന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതിവിടെ നിർത്തിയിട്ട് അതിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടൊരു പ്ലാനിംഗ് ബോർഡ് വളരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാടെടുത്തു. അതിന്റെ സൂത്രധാരൻ കേന്ദ്ര പ്ലാനിംഗ് ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് നമ്മുടെ ചന്ദ്രശേഖർ. അവർക്ക് ഈ വിഴിഞ്ഞം പ്രോജക്റ്റിനെ ടോർപിഡോ ചെയ്യുന്നതിനുള്ള ഒരു ഐഡിയ വരെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അവർക്ക് ഇവിടെ എന്തിനാ ഈ വിഴിഞ്ഞം പോർട്ടൊക്കെ കേരളത്തിന് കൊടുക്കണ്ട, അല്ലെങ്കിൽ പ്രൈവറ്റ് ബന്ധമാണെങ്കിൽ മതിയെന്നുള്ള PPP മോഡൽ ആണെങ്കിൽ മതിയെന്നുള്ളതാണ്. നമ്മൾ ഇനിയും ഇപ്പം ചന്ദ്രശേഖരന്റെ അടുക്കെ പോയാല് വീണ്ടും PPP മോഡലാണെന്ന് വരാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാകും. എന്നാലും നമ്മൾ കാണണം, ബാബുപോൾ സാർ ഇതിനകത്ത് നല്ലൊരാളാണ്. പിന്നെ നമ്മൾ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ സഞ്ജീവ് അദ്ദേഹം എവിടെയാണെന്ന് അറിഞ്ഞൂടാ.
നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി ഉണ്ടല്ലോ, നമ്മളെ കൊണ്ട് ഈ ഫയല് ഇല്ലാതെ തന്നെ സാങ്ഷൻ വാങ്ങിച്ച ആള് വിജയനുണ്ണി, അങ്ങനെയൊക്കെയുള്ള റിട്ടയർഡ് ആളുകളെ കണ്ടാൽ തന്നെ ഇതിനകത്ത് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായ പല പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പിന്നെ ഡൽഹിയിലെ താഴെ വയ്ക്കുന്ന കാര്യങ്ങളും അതിന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലുള്ള അഡ്വൈസ് കിട്ടും. അപ്പൊ നമ്മൾ അവര് ഉള്ള നമുക്ക് അനുകൂലമായിട്ടുള്ള IAS ഓഫീസേഴ്സിനെ തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. ചന്ദ്രശേഖരൻ